നിങ്ങൾ ദൈവകൃപയാൽ പുതുക്കപ്പെടുകയും നിങ്ങളുടെ പഴയ വ്യക്തിത്വത്തെ കണ്ടുമുട്ടുകയും ചെയ്യുകയാണെങ്കിൽ ആ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു പോകുവാൻ നിങ്ങൾ വളരെ വ്യഗ്രത കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരാൾ തൻ്റെ ജീവനെ രക്ഷിക്കുന്നതിന് പിന്നിലെ പാഠത്തിൽ അയാളുടെ ജീവിത രീതിയും ജീവിത ആചാരങ്ങളുമുണ്ട്. അതിൽ അയാളുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, അഭിലാഷങ്ങൾ, പാരമ്പര്യങ്ങൾ, മനോഭാവങ്ങൾ, ബന്ധങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം ഈ ലോകത്തിൽ നിന്നാണ് നമ്മിലേക്ക് വന്നത്. അത് നമ്മളെ രൂപപ്പെടുത്തുകയും സൃഷ്ടിക്കുകയും നമ്മൾ എന്താണോ അത് ആക്കുകയും ചെയ്യുന്നു. പലപ്പോഴും അവ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. 1 യോഹന്നാൻ 2:15 മുന്നറിയിപ്പ് നൽകുന്നു. ലോകമെന്നാൽ ഒരുതരം സൃഷ്ടിക്രമമാണ്, ദൈവത്തിൽ നിന്ന് അകന്നതാണ്. തെറ്റായ തത്വങ്ങളാൽ, തെറ്റായ മൂല്യങ്ങളാലും ക്രമീകരിക്കപ്പെട്ട് അവയാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. ദൈവം നമ്മെ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തായിരുന്നു അത് ഈ ലോകത്താൽ രൂപപ്പെട്ടതാണ്. അതിനാൽ ഇവിടെ മാനസാന്തരവും പരിവർത്തനവും ആവശ്യമാണ്. മാനസാന്തരം എന്നത് ഒരു ജീവിതകാലം മുഴുവൻ നടത്തുന്ന സ്വയം വിലയിരുത്തിയുള്ള വളർച്ചയാണ്. യഥാസ്ഥാനപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുദപിക്കുക. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.